പഴയകാല വിഭവമായിട്ടുള്ള ഈ ഒരു ഉണ്ടപ്പുട്ട് ഇതുവരെ കഴിക്കാത്തവരുട്ടോ എങ്കിൽ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പമാണ്. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ഒരല്പം ചെറിയ ജീരകവും ചേർത്ത് ചെറുതായിട്ട് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെച്ച് കൂടെ തന്നെ നമ്മുടെ അരച്ചെടുത്ത തേങ്ങയും ചേർത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ 1 കപ്പ് അളവിൽ പുട്ടുപൊടിയും കൂടി. അപ്പോൾ പുട്ടുപൊടി നല്ല തരിതരിപ്പായിട്ടുള്ള പുട്ടുപൊടി വേണം ചേർക്കാനായിട്ട്. ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. ലൈറ്റായിട്ടൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാവുന്നതാണ്. അധികം ഷേപ്പ് ഒന്നും വേണമെന്നില്ല, ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ എല്ലാ ഉരുളകളും തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഒരു ആവശ്യം അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഒരു വാഴയില ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് ചെറിയ തേങ്ങയും വെച്ചിട്ട് വീണ്ടും നമ്മുടെ ഉരുളകളൊക്കെ വയ്ക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ചെറിയ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു 10 മിനിറ്റ് തന്ന ആവിയിൽ വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരത്തെ ഒരു പലഹാരമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കാത്തൊരു മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.